അങ്ങോട്ട് ഇരിക്കും മനുഷ്യ. നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? ഇതൊന്നുമല്ലല്ലോ നീ അവിടെ ഇരുന്ന് പറഞ്ഞത്. അയ്യോ, പിന്നെ എനിക്ക് അവിടെ വെച്ച് പറയാൻ പറ്റുമോ എന്റെ കെട്ടിയവൻ ഒരു ഊളയാണെന്ന്? വൃത്തികേട് കാണിച്ചല്ലുണ്ടല്ലോ. എന്നാ വൃത്തികേട് കാണിച്ചെന്നാ? ആ പെണ്ണിന്റെ മുറിയുടെ അവിടെ പോയി ഒളിഞ്ഞു നോക്കിയതും പോരാ, എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ. അയ്യേ, നീ ഇങ്ങനെയൊക്കെയാണോ ധരിച്ചു വെച്ചേ? മനസ്സവാച ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും. പിന്നെ നിങ്ങൾ എന്നാ കാര്യത്തിനാ ആ പെണ്ണിന്റെ മുന്നേ മുറിയുടെ അവിടെ പോയി? നിനക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാ. അവൾ ആള് ശരിയല്ല. ആള് ശരിയല്ലെന്ന് നിങ്ങൾക്ക് അങ്ങനെ അറിയാം? അവളെ എനിക്ക് കണ്ടിട്ട് NSS-ലാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. NSS? അതെന്തോ? നമ്മളെ മറ്റേ ഇപ്പം യുദ്ധമൊക്കെ നടന്നില്ലേ, അതിനുള്ള തീവ്രവാദികളാണ്. അയ്യോ, അത് NSS അല്ല, ISIS. അങ്ങനെയായിരുന്നു. ആ, ഒരു കുന്തവും അറിയത്തില്ല. അവളെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ ചെയ്യലും വന്നിരിക്കലും ആലോചനയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൂർമ്മ ബുദ്ധിക്ക് തോന്നിയതാണ്. ഓ, അതിന്റെ പരിപ്പ് മൊത്തം നാറിയില്ലേ? വൃത്തികേട് കാണിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. ഓർമ്മ ഇരിക്കട്ടെ. ആരെ? എന്നെയോ? പിന്നെ അല്ലാതെ പിന്നെ നീ നോക്കിക്കോ, അവസാനം ഈ വർക്കിയുടെ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങി നടക്കും. പിന്നെ നിന്നെ ഇറക്കാൻ ഞാൻ ജാമ്യം എടുക്കാൻ ഞാൻ വരേണ്ട ഒരു വക്കീലിനെ വിളിച്ചിട്ട് നോക്കിക്കോ. കൂടുതൽ കളിച്ചല്ലേ സത്യമായിട്ട് നിങ്ങളെ ഞാൻ ചവിട്ടി പുറത്തിടും. നോക്കിക്കോ. നിനക്ക് എന്നാത്തിന്റെ സൂക്കേടാ? നിങ്ങൾക്ക് എന്നാത്തിന്റെ സൂക്കേടാ? എനിക്ക് തോന്നുന്നുണ്ട് നിന്റെ ഈ വിരിവിരിപ്പ്. ആ എന്നാ പറ്റി? ആ മീൻകറിയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് കൂട്ടി കഴിക്കാൻ കൊണ്ട്. അതെ, ആ ഞാൻ മീൻകറി കൂട്ടില്ല. മീൻകറി നല്ല തേങ്ങ അരച്ച നല്ല സൂപ്പർ മീൻകറിയാ. അങ്ങനല്ല, ആ ഞാൻ കുറച്ചാളെ ആഗ്രഹത്തിലായിരുന്നില്ലേ. ഓ, അത് കഴിക്കണ്ടേ ക്യാരക്ടറിൽ പോകുന്നില്ല. ക്യാരക്ടറിൽ നിന്ന് ഒരു വിട്ടില്ല എങ്ങനെ ആണ് എൻ്റെ പൊന്ന് സാറേ. ഇത് മീൻകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ, ആരോഗ്യത്തിന് നല്ലതല്ലേ. ക്യാരക്ടറൊക്കെ വിട്ടുപിടിക്ക്, കുറച്ച് മീൻകറിയൊക്കെ കൂട്ടി അങ്ങ് കഴിക്കുന്നു. ഇനി പോരട്ടെ. ആഗ്രഹില്ലാണ്ടല്ല, ആ കഴിച്ചിരുന്നല്ലേ പണ്ട്. അല്ല, കഴിച്ചിരുന്നാണല്ലോ. 2 മാസമായിട്ടേ ഒന്നും തുടരില്ല. ഇതൊരു വല്ലാത്ത ചതിയായി. മീനാണോ? ചമ്മന്തി മീനല്ല, മീൻ ചമ്മന്തി അല്ല. അല്ല, അത് കഴിക്കാം, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു മുട്ട പപ്സ് ഇരിപ്പുണ്ട്, അതങ്ങ് എടുത്ത് കഴിച്ചാലാ. മുട്ടേ? ആ മുട്ട വേണ്ട. എന്നാ മുട്ട ശരിയാവില്ല. എന്നാ ഈ ആ പകുതി മുട്ടയല്ലേ ഉള്ളൂ. ആ പകുതി മുട്ട ഉണ്ടാവുള്ളൂ. പകുതി മുട്ട പ്രശ്നം. അതിനാ ഫുൾ മുട്ട പകുതി മുട്ട മറ്റേ ഒരു പകുതി കാണാണ്ട് വിഷമിച്ചിരിക്കും. ആ വിഷമം നമുക്ക് കഴിച്ചിരിക്കും. കഴിക്കാറില്ല. എന്തൊരു മനുഷ്യനാണെങ്കിൽ ഫുള്ള് മുട്ടയുള്ള പപ്സ് ഉണ്ടായിരുന്നു മേടിക്കായിരുന്നു. പക്ഷേ അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ദുഃഖം വരത്തില്ലായിരുന്നു. അല്ല, ഫുൾ മുട്ട പപ്സ് ഒക്കെ ഉണ്ടോ സാറ്? എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആ ചോറിന്റെ അംശം കഴിക്കേ, വിശപ്പടച്ച്. ഞാനേ പുറത്ത് പോയി ജ്യൂസ് കുടിച്ചോണ്ട്. ഇത് വേണ്ട, ഇത് നിറച്ച് മീനാ. നിങ്ങൾ സിനിമാക്കാർക്കൊക്കെ അങ്ങനെ പറ്റത്തുള്ളായിരിക്കും. ഞങ്ങൾ പിന്നെ ഈ നാട്ടിൻപുറത്തുകാരായതുകൊണ്ടേ സിനിമയിലൊക്കെ കയറി വരുന്നല്ലേ ഉള്ളൂ. കഴിച്ച് ആ കുഴപ്പമില്ല. എൻ്റെ മൂടും കൂടെ പോയില്ല. ഞാനും അഗ്രഹാരത്തിലെ കാശുണ്ടോ സാറിൻ്റെ കയ്യിൽ? കാശല്ലേ, അത് കുഴപ്പമില്ല, റെഡിയാക്കാൻ. സാറ് നടന്നു. സാറേ സാറേ എൻ്റെ മുള്ളാണ് സാറേ. ഇല്ലേ സാറേ? പുള്ളിയുടെ ബാഗൊക്കെ ആയിട്ടാണോ ഇത്? എവിടെ പോയിട്ടാണ്? ഇവിടെ പോയി? ആരോ ഇനിയിപ്പോൾ അടുക്കളയിൽ ഫുഡ് വല്ലതും കഴിക്കാൻ പോയിക്കാണോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇതറിയുടെ ഓറ് തുറന്നിട്ട് ആന്റി. അവരെവിടെ പോയി? ഇത് എവിടെ പോയി അന്വേഷിക്കാനാ? അവര് തമ്മിലിങ്ങനെ പോയിട്ട് ഇങ്ങനെ വല്ല അങ്ങനെയൊന്നും ആയിരിക്കില്ല.
എന്നാ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. ഫുഡ് കഴിക്കാൻ വല്ലതും പോയതായിരിക്കോ? പിന്നെ പരിചയമില്ലാത്ത ആളുകൾ തമ്മിലല്ലേ ഫുഡ് കഴിക്കാൻ പോകുന്നു. അങ്ങനെ ആവില്ല, അങ്ങനെ വഴിയില്ല. എനിക്ക് വയ്യ എൻ്റെ കർത്താവ്. അല്ല, അവൾ ഈ രാത്രി പുറത്തു പോവാത്ത, അതാണ് എനിക്ക് ഇത്ര ടെൻഷൻ. പക്ഷെ സാറ് ഭാഗ്യമൊക്കെ എടുത്തോണ്ട് പോയി, ഇതാണ് ഒരു ടെൻഷൻ. ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? ഇതിപ്പോ ഈ നേരത്തെ ഇത് എവിടെ പോയി നോക്കാനാ? അതെ, എനിക്ക് ഇവനെ സംശയമുണ്ട്. നീ എന്തെങ്കിലും അവളോട് പറഞ്ഞായിരുന്നോ? ഞാനോ? ആ, എനിക്കൊന്നും പറയാനൊന്നും ടൈം കിട്ടിയില്ലല്ലോ. അതിനിപ്പറേ പോയില്ലേ. നിങ്ങളോട് വല്ലതും പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതാണേ. ഇല്ല അല്ലേ? നിങ്ങളിത് എവിടെ പോയതാ ഈ പാതിരാത്രിക്ക്? മരപ്പട്ടി പിടിക്കാൻ പോയതാ. ഈ ലെറ്ററും കൊണ്ടോ? ഹോളിന്ന് കിട്ടിയതാ. കണ്ണ് പിടിക്കാത്തോണ്ട് കൂട്ടക്ഷര, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അല്ലാതെ വായിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇങ്ങോട്ട് താ. ഇതിൻ്റെ അകത്ത് എന്നെ വായിക്കും. പ്രിയപ്പെട്ട വീട്ടുകാരെ, ഞങ്ങൾ പോകുന്നു. എല്ലാത്തിനും മാപ്പ്. എൻ്റെ പേര് എന്റെ പേര് ബിലാലല്ല, എന്റെ പേര് ശ്രീകാന്ത് നമ്പൂതിരി എന്നാണ്. ഞാൻ ഈ ആര്യയും തമ്മിൽ വർഷങ്ങളായി ഇഷ്ടത്തിലാണ്. ഹലോ, ഹലോ, നീ എവിടെയാ? എടി നീ എനിക്കൊരു ലൊക്കേഷൻ അയച്ചു തന്നില്ലേ? ആ ഒരു ഭാഗത്തുണ്ട്. ആ, ഇവിടെ എത്തിയാ നീ? ഇവിടെ നീയല്ലേ വരാൻ പറഞ്ഞേ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ? പറ. അതെ, ഇവിടെ ഒരു ജീവൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനൊന്ന് ചാക്കിട്ട് പിടിച്ച് നിനക്ക് ഇവിടേക്ക് ഉള്ളിൽ കയറാനുള്ള വഴി കണ്ടുപിടിക്കാം. ഐ, നല്ല കാര്യാലോ. ഞാൻ നിനക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചുതരാം. അല്ല, ഞാൻ എന്തും പറഞ്ഞു കേറോടെ? നീ എന്തെങ്കിലും നീ നോണ പറ. നോണേ? ആ, നീ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് കയറാം. സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ ആൾക്ക് അതിനെ വിശ്വാസമാവാ? ആൾക്ക് വല്ല സിനിമ പ്രാന്തുണ്ടോ? ആ, അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ. ചെറിയതായിട്ട് സിനിമ കാരണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നീ ഒന്ന് ട്രൈ ചെയ്യടാ. അത് കൊള്ളാം. എന്നാ നീ ഫോട്ടോ അയച്ചിട്ട് ബാക്കിയാ നോക്കിക്കൊണ്ട്. ഇപ്പൊ തന്നെ നോക്കണേ. ഫോട്ടോ വരും, നോക്കാം. ശരി. ഹലോ. അല്ല, നമ്മൾ പരിചയപ്പെട്ടില്ല. അതാ പേര് ആര്യാന്നല്ലേ? എനിക്കറിയാം. മറ്റേ സ്ഥലം പാലക്കാടല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കടി. രണ്ടെണ്ണത്തിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇമാതിരി വള്ളിക്കെട്ട് കേസും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. തൃപ്തിയായോ? രണ്ടെണ്ണത്തിനും മതിയായോ? നിനക്കെന്തായിരുന്നു? എനിക്ക് വട്ട്. നിനക്ക് എൻ്റെ കൂട്ടുകാരിയാ. നിനക്ക് എനിക്ക് മഞ്ഞപ്പിത്തമാണ് അല്ലേ? ചേട്ടാ പറ ബാക്കി പറ. എന്റെ മാനസികാവസ്ഥ ഞാൻ ആരോട്? ഞാൻ അപ്പോഴേ പറഞ്ഞു അവൻ്റെ അടുത്ത്, അവളുടെ അടുത്ത് എന്തോ ഒരു കളിയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് വേറെ സൂക്കേട് അല്ലേ? നാട്ടുകാര് അറിഞ്ഞു എന്തോ ചെയ്യുമെന്ന്. വയ്യ, നീ അനുഭവിക്കണം. ഇവിടെ വിളിച്ച് എല്ലാത്തിനെയും സെറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു വിട്ടെന്നല്ലേ ആൾക്കാർ പറയുള്ളൂ. എനിക്ക് വയ്യ. അങ്ങനെ പറയും. സോറി. ഇനി സോറി പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇനി ഒരിക്കലും ഞങ്ങൾ ആവർത്തിക്കത്തില്ല. നിനക്ക് മതിയായോടാ? എനിക്ക് മതിയായി, തൃപ്തിയായി. അവൻ എന്തോരാ ആവേശം എന്നറിയോ? അറിയോ? എന്റെ പെണ്ണാണ് മണത്തടക്കായിരുന്നു. സാരില്ല, ഇതിപ്പോ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പത്രക്കാരി എന്നെ പറയുന്നറിയോ? എന്റെ ഇച്ചായ, നമ്മളല്ലേ ഈ വീടിന്റെ ഓണർ. തേടി വരുന്ന പോലീസുകാർ നമ്മുടെ തലയിലല്ലേ കേറുന്നത്? അതാണ് പറഞ്ഞത്. ക്ലാരൻ പോലീസ് കൊണ്ടുപോയി എന്നാ ചെയ്യും? ഇതിന് പോലീസ് ഒന്നും വരത്തില്ല. എനിക്ക് പേടിയാവുന്നു ഇച്ചായ.